കാസർഗോഡ് തലപ്പാടിയിൽ 6 പേർ മരിച്ച വാഹന അപകടത്തിൽ കർണാടക RTC ഡ്രൈവർ നിജലിംഗപ്പയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. അമിത വേഗതയും ടയറിന്റെ തേയ്മാനവും അപകട കാരണമായെന്നും റിപ്പോർട്ടിലുണ്ട്. സാരംഗ സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗം, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ അപകടത്തിന്റെ കാരണം എന്താണ്? ഡ്രൈവറുടെ അശ്രദ്ധയാണ് എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട്. ആര്യ, പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപക്ഷെ വാഹനത്തിന് ബ്രേക്ക് നഷ്ടപ്പെട്ടതായിരിക്കാം ഇത്ര വലിയ ഒരു ദുരന്തം ഉണ്ടാവാനുള്ള കാരണം എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെത്തി വാഹനവുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇവരിപ്പോൾ ആ ഒരു പരിശോധനാ റിപ്പോർട്ട് മഞ്ചേശ്വരം പോലീസിന് കൈമാറി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇത്രയാണ്. ഈ ഒരു അപകട കാരണമെന്ന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാൻ സാധിക്കുന്നത് വാഹനത്തിൻ്റെ അമിത വേഗതയാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവറായ നിജലിംഗപ്പയ്ക്ക് വലിയ വീഴ്ച സംഭവിച്ചു. ഇത്തരത്തിലൊരു അപകട സാധ്യത ഉണ്ടാകുന്ന സ്ഥലത്തുകൂടി അമിത വേഗതയിൽ വാഹനം ഓടിച്ചതാണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകട സാധ്യത ഉണ്ടാക്കാനുള്ള കാരണം. അതോടൊപ്പം തന്നെ MLA-മാരടക്കം ഉന്നയിച്ച ആ ഒരു ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുന്നു. വാഹനത്തിൻ്റെ ടയറിൽ വലിയ തോതിലുള്ള തേയ്മാനം ഉണ്ടായിരുന്നു. അതും അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുന്നത്. ഇപ്പോൾ ആ ഒരു റിപ്പോർട്ട് മഞ്ചേശ്വരം പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ കർണാടക SRTC ബസ്സിൻ്റെ ഡ്രൈവറായ നിജലിംഗപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു. ആര്യ, ശരി സാരംഗം.